ഹായ്, ഇത് DTH നാഷണൽ ഫിലിം അവാർഡ്സ് 2023. ഒന്നാമത്തെ കാര്യം, ഈ നാഷണൽ ഫിലിം അവാർഡ്സ് എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് എന്ന് പറയുന്നതും ഒക്കെ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. കാരണം ഇത് ഏത് വർഷത്തെ സിനിമയാണ് ഇതിൽ നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് വർഷം റിലീസ് ചെയ്ത പടമാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് വർഷത്തെ സർട്ടിഫിക്കേഷനാണ് നോക്കുന്നത്. ഇത് മൊത്തത്തിൽ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കാത്തവർക്ക് അതുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ പേരൊക്കെ ചില ഫാൻസൊക്കെ എടുത്ത് പറയുന്നത്. ഇത് ഞാൻ വീണ്ടും എൻ്റെ ലിമിറ്റഡ് നോളജും ലിമിറ്റഡ് മെമ്മറിയും ലിമിറ്റഡ് റിസർച്ചും വെച്ച് പറയുന്നതാണ്. ഫാക്ട്സിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ പലരും ചോദിക്കും, നീ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ടോ? 2023 ഇന്ത്യയിൽ ഇറങ്ങിയ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഓബ്വിയസ്ലി എല്ലാ പടങ്ങളും കാണാൻ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19(1)A എനിക്ക് തരുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒപ്പീനിയൻസ് പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒപ്പീനിയൻസ് എൻ്റേത് മാത്രമാണ്. കൂടാതെ ഒരു മലയാളി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. ഒരു മലയാളി എന്ന നിലയിലും ഓൾമോസ്റ്റ് 14 വർഷങ്ങളായി പത്രപ്രവർത്തനം ചെയ്യുന്ന ഒരാളെന്ന നിലയിലും ചില കാര്യങ്ങൾ കാണാതിരിക്കാനും പറയാതിരിക്കാനും കണ്ടില്ലെന്ന് നടിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നില്ല, എങ്കിലും താല്പര്യമുള്ളവർക്ക് കേൾക്കാം. ഒന്നാമത്തെ കാര്യം, ഷാറുഖ് ഖാൻ്റെ ബെസ്റ്റ് ആക്ടറിൻ്റെ അവാർഡ്. അതിൽ ജവാൻ എന്നൊരു പടം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയാം, അത് ഒരു പൊട്ടപ്പടമായിരുന്നു. ഞാൻ അന്ന് ഫിലിം റിവ്യൂസ് തുടങ്ങിയിട്ടില്ല, എങ്കിലും ആ പടം കണ്ടിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രയും വൃത്തികെട്ട പടമായിരുന്നു. അതുകൂടാതെ എന്തിനാണ് ഷാറുഖ് ഖാന് ബെസ്റ്റ് ആക്ടർ ഫിലിം അവാർഡ് അല്ലെ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതായി തോന്നി എന്ന് വിശ്വസിക്കാൻ നമുക്ക് മാർഗമുള്ളൂ. പക്ഷേ എത്ര ആലോചിച്ചിട്ടും, ഒരു സാധാരണ സിനിമാ പ്രേമി എന്ന നിലയിൽ എത്ര ആലോചിച്ചിട്ടും ഇത് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടല്ല നാഷണൽ അവാർഡ്സ് നമ്മളെ സർപ്രൈസ് ചെയ്യുന്നത്. അത് അജയ് ദേവ്ഗനിലൂടെ ആണെങ്കിലും ഈ ഇടയ്ക്ക് നമ്മുടെ അല്ലു അർജുനിലൂടെ ആണെങ്കിലും ഒക്കെ സർപ്രൈസ് ചെയ്തിട്ടുള്ള അവാർഡ്സാണ് നാഷണൽ ഫിലിം അവാർഡ്സ്. ഷാറുഖ് ഖാൻ എന്ന ആക്ടർ ഓക്കെ, ബട്ട് ജവാന്റെ പെർഫോമൻസിന് അങ്ങനത്തെ ഒരു പടത്തിന് ഇതെങ്ങനെ കിട്ടി എന്ന് ഒരു സാധാരണ സിനിമാ പ്രേമി എന്ന നിലയിലും ഒരു ഫിലിം ക്രിട്ടിക് എന്ന നിലയിലും ഒരു രീതിയിലും എനിക്കിത് മനസ്സിലാവുന്നില്ല. അത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിക്രന്ത് മാസി എന്ന് പറയുമ്പോൾ നമ്മൾ 12th ഫെയിൽ വളരെ നല്ല പടമാണെന്ന് എല്ലാവരും പറയും. ഞാനത് കണ്ടിട്ടില്ല, അൺഫോർച്യുനേറ്റ്ലി കാണാനുള്ള അവസരം കിട്ടിയില്ല. എല്ലാവരും നല്ല പടമാണെന്ന് പറയുന്ന ഒരുപാട് പേര് നല്ല പടമാണെന്ന് പറഞ്ഞ ഒരു പടമാണ് 12th ഫെയിൽ. അദ്ദേഹത്തിന് വിക്രന്ത് മാസി അതിലെ പെർഫോമൻസിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇത് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ പരിഗണിച്ച പടങ്ങൾ എന്ന് ഞാൻ വായിച്ചത് തെറ്റാണെങ്കിൽ വീണ്ടും ചൂണ്ടിക്കാണിക്കുക. കാതൽ ദ ഖോർ, ഉള്ളൊഴുക്ക്, നന്മകൾ നേരത്ത് മയക്കം എന്നീ സിനിമകളുടെ കൂടെയാണ് ഈ പടങ്ങളും ഈ അവാർഡ് കിട്ടിയ പടങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ടത്. അപ്പോൾ കാതൽ ദ ഖോറിലും നന്മകൾ നേരത്ത് മയക്കത്തിലെയും മമ്മൂട്ടിയുടെ പ്രകടനം ജൂറി കണ്ടില്ലേ എന്ന് ചോദിച്ചു പോകുന്നു. വിക്രാന്ത് മാസിയുടെ ഓക്കെ 12th ഫെയിൽ നല്ല പ്രകടനമായിരുന്നിരിക്കാം. പക്ഷേ ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, വിക്രാന്ത് മാസി ദ സബർമതി റിപ്പോർട്ട് എന്ന സിനിമയിലും അഭിനയിച്ച ഒരാളാണ്. സബർമതി റിപ്പോർട്ട് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു പടമായിരുന്നു. അജണ്ട ഡ്രിവൺ പടം എന്ന് മീഡിയ റിപ്പോർട്ട്സിലൊക്കെ പറയുന്ന ഒരു പടമായിരുന്നു സബർമതി റിപ്പോർട്ട്. അതിനുശേഷം വിക്രന്ത് മാസി സിനിമയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതെന്നും ഇൻഡസ്ട്രിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതെന്നും ഒക്കെ വാർത്തകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോസ്റ്റ് പിന്നെ പുള്ളി അത് മാറ്റി പറയുകയൊക്കെ ചെയ്തു, റിട്ടയർ ചെയ്യുന്നില്ല എന്നൊക്കെ.
എന്തായാലും റിട്ടയർമെൻറ്റ് പോസ്റ്റിന് തൊട്ടടുത്ത ദിവസമാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അദ്ദേഹത്തിൻ്റെ പടം ഈ സബർമതി റിപ്പോർട്ട് എന്ന പടം പാർലമെൻറ്റിൽ എക്സിബിറ്റ് ചെയ്യുകയോ കാണുകയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നതെന്ന് നമുക്ക് ക്ലിയർ ആവത്തില്ല. കാരണം അങ്ങനെയാണ് ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു സ്ട്രാറ്റജി, ഒരു ടാക്ടിക് അതാണ്. കാരണം ഇതിൻ്റെ പുറകിൽ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും ആർക്കും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ആർക്കും എളുപ്പത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മൂന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദ കേരള സ്റ്റോറി. അതായത് വീണ്ടും കേരള സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല, ഒരു സീൻസ് കണ്ടിട്ടുണ്ട്, അതോട് മതിയായി. ഇത്രയ്ക്ക് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയ്ക്ക് അജണ്ട ഡ്രിവൺ ആയിട്ടുള്ളൊരു പടം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇമേജ് ടാണിഷ് ചെയ്യുന്ന ഒരു പടം, മനഃപൂർവ്വം ലൈസൊക്കെ നുണകളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പടം, അതിന് ബെസ്റ്റ് ഡയറക്ടറും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിയും കിട്ടിയിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ആർക്കും മനസ്സിലാവാത്തതുപോലെ എനിക്കും മനസ്സിലാവുന്നില്ല. വീണ്ടും ഇതിൽ ഫാക്ച്വൽ ഡിസ്കഷൻസ് പാടാണ്. കാരണം നമുക്കൊരു രീതിയിലും ജൂറിയുടെ ഒരു അധികാരത്തെ ചോദ്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അതിശയം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ഇതിൽ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്, പക്ഷേ ആർക്കും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടായിരിക്കും. എന്തായാലും ഈ കാര്യത്തിൽ മാത്രം ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഒരു ട്വീറ്റ് വായിക്കാം. Quote, "By honoring a film that spreads blatant misinformation with the clear intent of tarnishing Kerala's image and sowing seeds of communal hatred, the jury of the National Film Awards has lent legitimacy to a narrative rooted in the divisive ideology of the Sangh Parivar. Kerala, a land that has always stood as a beacon of harmony and resistance against communal forces, has been gravely insulted by his decision. It is not just Malayalis, but everyone who believes in democracy must raise their voice in defense of truth and the constitutional values we hold dear." Unquote. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഉപസംഹരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.